എന്താ കുഞ്ഞാപ്പച്ചി ചെമ്പട്ടി നോക്കിട്ട് വർത്താനം പറഞ്ഞ്? ചെമ്പട്ടി നോക്കിട്ടല്ലടാ, തെക്കമ്പരിക്കും വടക്കമ്പരിക്കിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ആടാ അതെവിടുന്നാ? ഇതേ ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇതാ നബീസാത്ത വിളിക്കാണ്. ശരി, തക്കമ്പരിക്കാണല്ലേ? നബീസാത്ത വിളിക്കാണ്. കുഞ്ഞാപ്പൂനോട് എത്ര ആൾക്കാരെ പറഞ്ഞയച്ചിട്ട് പിന്നെ കാണാൻ വേണ്ടിട്ട് നബീസാത്ത പാവടാ ഒരു അറിയ കുഞ്ഞാപ്പൂ, ഈ മീനൊക്കെ ഇത് നന്നാക്കി വന്നാല് താത്താന്റെ കുട്ടിക്ക് പൊരിച്ചിട്ട് ഒരു 2 മീനും പള്ള നിറച്ച് ചോറും തരണ്ട്, പിന്നെ 10 ഉറുപ്പ്യ തരണ്ടായിരുന്നു. ഇത് നന്നാക്കി കൊടുത്താല് അതൊക്കെ നന്നാക്കി കൊടുക്കാൻ പറയുക എന്നോട്. ഈ പൊരിക്കൊക്കെ ഇതാണ് തെക്കൻ പൊരിക്ക് അത്രത്തിന്റെ പേര്. ഞാൻ കൊറേ നേരമായി അവിടെ നിന്നിട്ട് അന്നെ നോക്കിട്ട് ചെമ്പട്ടിനോട് വർത്താനം പറഞ്ഞിട്ട് വന്നാ. കണ്ണനൊക്കെ ഉണ്ടോ അതില്? കണ്ണനുണ്ടല്ലേ? ഇത് ഒരു കാരെ കൊടുത്താത്രേ പാവട ഒരു നന്നാക്കോത്രേ, ഒരു കജ്ജോണ്ട് വെച്ചത്രേ. കച്ചിമ്മ മുറി ഉണ്ടാവൂലേ? അറിയില്ല. ഒരു അരജി നന്നാക്കി തന്നിട്ട് ചോറൊക്കെ തരാന്ന് അറിഞ്ഞിക്കണ്. ചോറിന് വേണ്ടിട്ട് ഇത് പൊരിച്ചിട്ട് നന്നാക്കിട്ട് ചോറും തരും. 2 നുറുക്കൊക്കെ തരും. 2 നുറുക്കോ? എത്ര തോനെ മീൻ ഉണ്ടായിട്ടാ? ചോറും തരാൻ എത്ര തോനെ മീൻ ഉണ്ടായിട്ടാ? 2 നുറുക്ക് പറഞ്ഞാൽ ഞാൻ തോനെ വാങ്ങൂ. അപ്പൊ എന്നോട് ഇപ്പൊ എന്താ ഒരേ വല്യമ്മണ്ടല്ലോ, അറിയ വല്യമ്മക്ക് ഭയങ്കര ഇഷ്ടാത്ര. ഇതെവിടുന്ന് കിട്ടിയാവോ? പാടത്തുനിന്ന് കിട്ടിയാത്ര. ഇവിടുന്ന് പാടത്തുനിന്ന് എന്നോട് പറയാനെന്നൊരു വരും. ഇന്നും വല്യമ്മ എന്നെ കാണുമ്പോ ചീത്താറിന വല്യമാരാളാ. ഞാൻ അവിടുന്ന് വരുമ്പോ ആരാണിത്? നമ്മള് കുഞ്ഞാപ്പു അല്ലേ മോനെ, ഇങ്ങോട്ട് പോരെ മോനെ, എനിക്കിതാ ഒരു സാധനം കൊടുന്ന് വെച്ചിക്കണ്. അപ്പൊ ഞാൻ എന്ത് തിന്നാനാ വിചാരിച്ചു. പറയാ സത്താണ്ട് ആ വല്യമ്മ അറിയാം, നമ്മളെ കുഞ്ഞാപ്പു നന്നാക്കിക്കോളൂ, ചോർക്ക് പള്ള നിറച്ച് ചോറും കൊടുത്താ മതി. നമ്മളെ കുഞ്ഞാപ്പു പാവാണ്. എന്നോട് പറയാ എന്നെ ചീത്ത അറിഞ്ഞ വല്യമ്മയാണ്. എന്തോ ഇത് വന്നിട്ടും തോന്നില്ലേ? ഇപ്പൊ നല്ല സ്വഭാവമല്ല, ഇത് നന്നാക്കി കിട്ടുമാണോ? അല്ല ഇവിടെ ഇല്ലല്ലോ ആൾക്കാര്. വല്യമ്മ അപ്പൊ കൊലായ്മ ഞാൻ ബാക്കില് പിന്നെ എന്തൊക്കെ ആ താത്ത എണിച്ചിട്ടൊന്നുമില്ല, പാവല്ലേ, നമ്മളൊക്കെ സഹായിച്ചു കൊടുക്കണ്ടേ. അപ്പൊ എന്നോട് പറഞ്ഞു ചോറ് കഴിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചൗരിപ്പോളിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മേലെ കൊണ്ടിട്ട് കൊടുക്കാൻ പറഞ്ഞു. പാവല്ലേ, ഞാൻ നാളെ ഇട്ട് കൊടുത്തിട്ടാ. അങ്ങനെ ഒന്നുമില്ല, അവർക്ക് അഹങ്കാരം ഒന്നുമില്ല. അതൊക്കെ കൂടി ചെയ്താലും ഇത് മീൻ നന്നായി കൊടുത്താലും മീൻ നന്നായി ചോറൊക്കെ തരും. ഇതൊക്കെ ചെയ്താലും ഒരു രസം ചോറ് തരാം അല്ലേ? ചോറ് തരാടെ പള്ള നിറച്ച് തരാൻ. കുഞ്ഞാപ്പൂ അപ്പൊ മീൻ നോക്കാണ്ടി വന്നല്ലേ? ഞാനിപ്പോ അവിടെ നിക്കുന്നു. അപ്പൊ എന്റെ വർത്തമാനം കേട്ട് വന്നാ അല്ല ഇജിപ്പോ ഇത് നന്നാക്കാനായിട്ട് വന്ന അങ്ങോട്ട് എന്നെ വിളിച്ചെത്തിയതാണ് പോലും. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ കിടന്നു ഇറങ്ങിയിരുന്നു. അമ്മ പറഞ്ഞു എല്ലാരും വിളിച്ചത്. ഞാനും ഇവിടെ പണിയൊക്കെ എടുത്ത് കൊടുക്കലുണ്ട്, വെള്ളം കൊയ്ന്ന് കൊടുക്കലുണ്ട്, പിന്നെ ഇവിടെ അടിച്ചവരൊക്കെ കൊടുക്കലുണ്ടല്ലോ. ഒരു 10 രൂപ ചായ ചോറൊക്കെ തരും. അങ്ങനൊക്കെ പോവടവനെ. അനക്കിതിന് കൂട്ടാൻ വേണമെങ്കിൽ ഞാൻ അവരോട് പറയട്ടാ. എനിക്ക് വേണ്ട, ഇപ്പൊ അനക്കനെ തയ്യോ പോയി. എനിക്ക് ഇതിന് 2 നുറുക്ക് തരുമെന്നാ പറഞ്ഞിട്ടുള്ളൂ. 3 നുറുക്ക് ആക്കും. അത് എങ്ങനെയും പറഞ്ഞു വന്നിട്ട് 10-20 മീൻ ഉണ്ടാവും. എന്നിട്ട് എനിക്ക് 2 നുറുക്ക് തരുള്ളൂ അല്ലേ? മീന നല്ലതല്ലേ ഈ തെക്കാമ്പരിക്കൊക്കെ മോനെ. ഇതിന്റെ മുള്ള് ഇതൊക്കെ കച്ചിമ്മ കൊത്തിണ്ടെങ്കിൽ വേദനിക്കൂലേ? എങ്ങനെ കുഞ്ഞാപ്പൂ ഇതൊക്കെ നന്നാക്ക? ഇതൊക്കെ നന്നാക്കോടാ, ഞാൻ നന്നാക്കും ഇപ്പൊ. അല്ല ജിണ്ട് വരുന്ന നല്ല മണമുണ്ട്. പച്ചമീനല്ലേ, മണം ഉണ്ടാവും. അല്ല ജിണ്ട് വരുന്ന ഉമ്മ കണ്ടിക്കണോ? ഉമ്മ കണ്ട എന്തിനാ കാണുന്നത്? ഉമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ ഉമ്മക്കറിയാം ഞാൻ അവിടെ ചോറ് വയ്ക്കുന്നു. അപ്പൊ ഉമ്മ അവിടെ പേരിൽ അരി കുറക്കും. ഉമ്മ ഇതാ വളവത്തി നാളെ ആശാത്ത വിളിച്ചിട്ടാ. അപ്പൊ ഞാൻ ഉമ്മാട് അറിയും, ഉമ്മ ആശാത്ത ചെല്ലാൻ പറഞ്ഞിരിക്കണ ഒന്ന് ആശാത്താൻ്റെ ചോറുണ്ട്, അപ്പൊ തിന്നാന് അവിടെ തിന്നാൻ വന്നത്. അപ്പൊ അന്ന് ഉമ്മ ചോറ് ഉച്ച വെച്ചിരിക്കണ. ഞാൻ ഉച്ചക്ക് ചോറ് വെച്ചിട്ടാണ് ചെന്നപ്പോ ഉമ്മാട് അറിയും, ഉമ്മ 2 വട്ടി കാണിച്ചാണ്. ഉമ്മ പറഞ്ഞു ഞാൻ ഇപ്പൊ ആശാത്താടക്ക് പോകാൻ പറഞ്ഞു ചോറ് കുറച്ച് വെച്ചിരിക്കണ പറഞ്ഞു. അപ്പൊക്ക് മനസ്സിലായി നീ എവിടെയെങ്കിലും പോയി ചോറ് കഴിക്കുമ്പോ ഉമ്മാനോട് പറയരുത്. പറഞ്ഞ ഉമ്മ അന്ന് ഉച്ചക്കുള്ള ചോറ് കുറക്കും. അപ്പൊക്ക് തിന്നാൻ പറ്റൂല. എനിക്ക് നല്ല ബുദ്ധി ഉണ്ടല്ലോ കുഞ്ഞാപ്പോ. ആള് പൊട്ടനാന്ന് പറഞ്ഞു. ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ പണിയൊക്കെ എടുത്താലല്ലേ കല്യാണം കഴിക്കുമ്പോ പെണ്ണുങ്ങൾക്കും സഹായിച്ചു കൊടുക്കാലോ അല്ലേ? 2 കാര്യായി. ഈ ചോറക്കലും ചാറക്കലും ഉള്ളൂ, വേറെ പോലെ പുറത്ത് പണിക്ക് പോയിക്കൂടെ നിനക്ക്? എന്നോട് പറയാന് നമ്മളെ രാജേട്ടന്റെ പെരയില് രാജേട്ടനല്ലേ പണിയെടുക്കുന്നത്. രാജേട്ടനാണല്ലേ പണിയെടുക്കുന്നത്. അതേമാതിരി തന്നെയല്ലേ
അല്ല കുഴപ്പമില്ല കുഴപ്പമില്ല അല്ലേ പറഞ്ഞാണ്. കുഴപ്പം ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ചോറ് പോലിപ്പോ ഇതെപ്പോ കഴിയോ ഇന്ന് കഴിയോ? ആദ്യം കൊല്ലും ഞാൻ. അല്ല ഇന്ന് നന്നാക്കി കഴിയോ? ഇന്ന് പോയിക്കോ നന്നാക്കട്ടെ. വർത്താനം പറഞ്ഞിട്ട് പണിയൊന്നും നടക്കൂല. ഞാൻ അവിടെ ഉണ്ടാവും. ഞങ്ങളുടെ എപ്പോഴാ വരിക? ഞാനിന്ന് ഈ മീനൊക്കെ നന്നാക്കി പൊടിച്ചിട്ട് പൊരിച്ചിട്ട് ഇവര് പൊരിച്ചു തരും. മുണ്ടാതെ തൊള്ള കാണിക്കണ്ട. എന്ത് മീനാ? ഇത് കണ്ണനി. ഇത് ഭക്ഷണമൊക്കെ പൊരിച്ചിട്ട് തരും. തിന്നിട്ട് ചോറ് കഴിച്ചു ഞാൻ വരും. പോയിക്കോ. ഞാൻ പോട്ടെ. ഞാനവിടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇങ്ങനെ പോയി അയച്ചിട്ട് ചാടി കടന്ന് വന്നപ്പോൾ എൻ്റെ ഈ വർത്തനം കേൾക്കണേ. എന്നായിക്കോട്ടെ.